ചെങ്ങൈമാരെ ഈ മുതലാരെന്നറിയോ? നമ്മുടെ സ്വന്തം സാബിർ താത്ത. അപ്പൊ ഈ സാബിർ താത്താന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്തെന്നറിയോ? ചെറുപ്പക്കാർക്ക് പെണ്ണ് ശരിയാക്കി കൊടുക്കുന്നുണ്ടോലു. വല്ലാത്തൊരു സംഭവം അല്ലേ? അപ്പൊ ഇനി ചെറുപ്പക്കാർ ഒരിക്കലും പേടിക്കരുത്. സാബിർ താനോട് പറയൂ, പെണ്ണ് ശരിയാക്കൂ, കല്യാണം കഴിക്കൂ, എൻജോയ് ചെയ്യൂ. കാണു നിങ്ങൾ സാബിർ താൻ എന്ത് പറയുന്നേന്ന്. വലൈക്കും സലാം റഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. സാബിർ താൻ സുഖം അറിഞ്ഞാൽ മതി നമുക്ക്. ആൺകുട്ടികൾ ഒരുപാടുണ്ട് പെണ്ണ് കിട്ടാണ്ട് ഇങ്ങനെ നട്ടം തിരിയുന്നു. കാരണം ഞാൻ പുറത്തു പോയാലും ഒരുപാട് ആൺകുട്ടികൾ എന്നോട് പറയുന്നുണ്ട്, സാബിത്ത നിങ്ങൾക്ക് അറിയുന്നത് എവിടെയെങ്കിലും ഉണ്ടോ നല്ല പെൺകുട്ടികള് ഞങ്ങൾക്ക് വേണേനോന്ന്. ആൺകുട്ടികൾ ഒരുപാട് പേര് നട്ടം തിരിയുന്നുണ്ടല്ലോ പെണ്ണ് കിട്ടായിട്ട്. എന്നിട്ട് ഈ ആൺകുട്ടികൾ സാബിർത്ത പുറത്ത് പോകുമ്പോഴുണ്ടല്ലോ സാബിർത്താനോട് പറയുന്ന വാക്ക്, സാബിർത്ത ഞങ്ങൾക്ക് പെണ്ണ് വല്ല എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ പറയണോന്ന്. അപ്പൊ സാബിർത്താനെ എത്ര ആൺകുട്ടികളും ചെറുപ്പക്കാർ വരെ സ്നേഹിക്കുന്നുണ്ടെന്നുള്ള ഇത് നിങ്ങൾ കേട്ടല്ലോ. ഇപ്പോ പറയും സാബിർത്ത, നിങ്ങളില്ല, നിങ്ങൾ നമ്മുടെ മുത്താണ് സാബിർത്ത യൂട്യൂബിന്റെ. അപ്പൊ ഞാൻ അവരോട് പറയുന്നത് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ ഇപ്പൊ എന്നോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ അവരോടും പറഞ്ഞിട്ടുണ്ട്. അതെന്തിപ്പാ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് അവർക്ക് പെണ്ണ് കിട്ടിയിട്ടുണ്ട്. മാഷാ അല്ലാഹ്, സാബിർത്ത പറഞ്ഞു കൊടുത്തിട്ട് പെണ്ണ് വരെ കിട്ടിയിട്ടുണ്ടോലു. മാഷാ അല്ലാഹ്, നിങ്ങൾ എന്ത് കരുതിയത് സാബിർത്താനെ പറ്റിയിട്ട്? പെൺകിട്ടാത്ത ചെറുപ്പക്കാർക്ക് വരെ പെണ്ണ് ശരിയാക്കി കൊടുത്ത നമ്മുടെ പ്രിയപ്പെട്ട സാബിർത്താനെ നമ്മൾ എന്ത് പറയേണ്ടത്? എന്താണെന്ന് കേൾക്കാം നമുക്ക്. അതെന്താണെന്ന് വെച്ചാല് പണ്ടത്തെ കാലം ആണിനെ വിൽക്കല. ഇത് പെണ്ണ് വേണല്ലോ, പെണ്ണ് ഞാൻ തരാ, ഇങ്ങോട്ട് വാ. ഒന്ന് കാര്യങ്ങൾ പറയട്ടെ. പണ്ടത്തെ കാലം ഞാൻ തരാന്ന് സാബിർത്ത വിളിക്കുന്നത് അങ്ങോട്ടേക്ക്. ആൺകുട്ടികളെ നിങ്ങൾ കേൾക്കണേ, ഇപ്പോഴത്തെ പെൺകുട്ടികളും കേൾക്കണം. രക്ഷിതാക്കള് കേട്ടിട്ട് കാര്യമില്ല. അപ്പൊ ഞാൻ കേട്ട് കാര്യമില്ല. അപ്പൊ പണ്ട് കിട്ടാത്ത എന്റെ മോനെ വിൽക്കല. പണ്ട് മക്കളെ വിൽക്കല ആ കുട്ടിയാണ്. എന്റെ മോനെ തരണമെങ്കിൽ 50 പവൻ തരണം, 200 തെങ്ങ് തരണം, കാറ് തരണം, ബിൽഡിംഗ് തരണം, എന്നാലേ എന്റെ മോനെ തരുള്ളൂ എന്ന് പറഞ്ഞു. അത് ശരി തന്നെ സാബിർത്ത. പണ്ടത്തെ കാലത്ത് ഒരു പെണ്ണ് ഇതാക്കണമെങ്കിലുണ്ടല്ലോ 50 പൊണ്ണ്, പിന്നെ ഇത്ര ലക്ഷം ഉറുപ്പ്യ, പിന്നെ സ്ഥലം എല്ലാം ചോദിക്കുന്ന ചരിത്രം ഉള്ളത് അത് സാബിർത്താണ്. ഞാൻ അംഗീകരിച്ചു സാബിർത്ത, നിങ്ങൾ മുതല് സാബിർത്ത. അത് കറക്റ്റ്. പാവപ്പെട്ട ഞങ്ങൾക്ക് പെണ്ണ് കിട്ടണമെങ്കിൽ പാവപ്പെട്ടവൻ തന്നെ വരണം. ഒരു പൈസക്കാരൻ വന്നിട്ടൊന്നും ഞങ്ങളെ കെട്ടൂല. എന്ത് വേണം? പൈസക്കാരൻ വന്ന് പാവപ്പെട്ട പെണ്ണിനെ കെട്ടിക്കൂട്ടി കൊണ്ടുപോയിട്ട് ആ പെണ്ണിനെ നന്നാക്കണ്ടേ, ആ കുടുംബത്തിനെ നന്നാക്കണ്ടേ? അതല്ലേ വേണ്ടിയത്. നിങ്ങൾ മനസ്സിലാക്കണേ. ചെറുപ്പക്കാർ കുട്ടികളെ, ആ കുട്ടികളെ, പെൺകുട്ടികളെ നിങ്ങൾ ഇങ്ങോട്ടോ രക്ഷിതാക്കളോട് പറഞ്ഞൊന്നും കാര്യമില്ല. നിങ്ങളിപ്പൊ ആ കുട്ടികളല്ലേ, ഇങ്ങൾക്ക് പെണ്ണ് വേണം, ഇങ്ങോട്ടോ ഞാൻ തരാം, വാ ഇങ്ങോട്ട് വാ. അപ്പം പണ്ട് 50 തെങ്ങ് വേണം, 100 തെങ്ങ് വേണം, വിൽക്കല. ആ കുട്ടികളെ വിൽക്കല. അങ്ങനത്തെ രക്ഷിതാക്കൾ ഇപ്പം കുത്തിരിഞ്ഞ് കരയുന്നേ, എന്റെ മോന് പെണ്ണില്ല, എന്റെ മോക്ക് വ്യാപിളയില്ല. അതാ വ്യാപിള കിട്ടാണ്ട്. നല്ല വ്യാപിള കിട്ടും പെൺകുട്ടികളും ഒരുപാട് കുത്തിരിഞ്ഞ് കരയുന്നുണ്ട്. ഏത് ആൺകുട്ടീനെ എടുക്കേണ്ടത്? ഇന്നത്തെ കാലം കണ്ട് കഞ്ചാവ്, വീടി, മറ്റേത് മറിച്ചേത് പീഡനം. ഭർത്താവിൻ്റെ ഉമ്മ പറയും പോലെയാണ് മക്കൾ കേൾക്കുള്ളൂ, മോ കേൾക്കുള്ളൂ. എന്നിട്ട് സാബിർത്താൻ്റെ ആ മതപ്രസംഗമായ രീതിയിലുള്ള വയല് പറയുന്ന രീതി ഉണ്ടല്ലോ സാബിർത്ത, ഇത് നിങ്ങൾക്ക് യോജിച്ചത് സാബിർത്ത. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ള സാബിർത്ത, നിങ്ങൾ നല്ല മറ്റേ എന്ത് മക്കനെല്ലാം ഇട്ടിട്ടില്ലേ, ഇങ്ങനെ ലൈവ് പരിപാടി നടത്തിയിട്ടുണ്ട്. ലൈവിൽ മറ്റേ ഇത് മാത്രം ഇസ്ലാമികപരമായിട്ട് നടത്തിയിട്ടുണ്ട് സാബിർത്ത. നിങ്ങൾ സക്സസ് ആവുമെന്ന് പറഞ്ഞിട്ട് 100% ഞാൻ പറയാം സാബിർത്ത, യാതൊരു സംശയമില്ല. കേൾക്കുന്ന നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചോണ്ടാ. പറഞ്ഞിട്ടുണ്ട് സാബിത്ത, നിങ്ങൾ പറയണേ ഒന്ന്. എന്ത് സാബിത്ത, ഞങ്ങളെ മാപ്പിളാണ്, ഞാളെ ഉമ്മയും പങ്ങന്മാരും പറയുന്നതേ കേൾക്കുന്നുള്ളൂ. ഞാള് പറയുന്ന ലെവലേഷൻ കേൾക്കുന്നില്ല. പിന്നെ ഈ പെൺകുട്ടികളെ കെട്ടിക്കൂട്ടി കൊണ്ടുവരുന്നത് എന്തിനാ? കുട്ടികളെ എന്തിനാ കുട്ടികളെ നിങ്ങൾ കൊണ്ടുവരുന്നേ? നിങ്ങൾ ഉമ്മാക്ക് ജോലി ചെയ്ത് കൊടുക്കുവാനാ? അല്ലെങ്കിൽ നിങ്ങൾ പങ്ങന്മാരെ നോക്കുവാനാ? അല്ലെങ്കിൽ നിങ്ങളെ പൊന്നെ അവർക്ക് ഉപകാരത്തിന്
നിങ്ങൾക്ക് ആ പെണ്ണിന്റെ ആവശ്യത്തിനല്ലേ കൊണ്ടുവരുന്നത്? നിങ്ങൾക്ക് ഭാവിയിലേക്ക് ഭാവി ജീവിതം വേണം. നിങ്ങൾക്ക് നിങ്ങളെ വയസ്സാകാലം നോക്കാൻ മക്കൾ വേണം. നിങ്ങൾക്ക് നിങ്ങളെല്ലാ പൂതിയും തീർക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരു പെണ്ണ് വേണം. അതല്ലേ ആഗ്രഹിക്കുന്നേ? അല്ലേ? അല്ലാണ്ട് ഉമ്മാക്ക് ആളിലേറ്റും പിന്നെ പകന്മാർക്ക് ആളിലേറ്റും അല്ലല്ലോ. പിന്നെ മരുമക്കളെ ഒരു സ്നേഹം കൊണ്ട് മക്കൾ നിങ്ങളെ ഉമ്മാനെ നോക്കും, പകന്മാരെ നോക്കും. അതൊക്കെ നമ്മളെ കടമയാണ്. കടമ എന്നല്ല, നമ്മളെ സ്നേഹം കൊണ്ട് നമ്മൾ നോക്കുന്നതാണ്. അതിനെന്ത് വേണം? പെൺകുട്ടികൾ കയറി വന്ന ഉടനെ, ഇടക്കേറി വന്നാല് ഭർത്താവിന്റെ വീട്ടിൽ കല്യാണം കഴിഞ്ഞ് കയറി വന്ന ഉടനെ തന്നെ അമ്മായിയമ്മ സ്നേഹം കൊടുക്കണം. അമ്മായിയമ്മ സ്നേഹം കൊടുത്താലേ മരുമക്കൾക്ക് അത് ഭാവിയിൽ ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം ഞാൻ പറയാൻ അതെടുക്കണം. ആ കുട്ടികളെ ഇങ്ങോട്ടോ, ഞാൻ വന്നിട്ടുണ്ട് മക്കളെ, ഇങ്ങോട്ട് വേണ്ടേ, ഇങ്ങോട്ട് വാ, പറഞ്ഞുതരാം. ഉടനെ കിട്ടും. ഒരുപാടാക്കി ഞാൻ പെണ്ണിനെ കൊടുത്തു. ഒരുപാടാൾക്ക് ഞാൻ പെണ്ണിനെ കൊടുത്തിരുന്നു. എന്തിന്റെ സാബിർത്ത്, എന്ത് സാബിർത്ത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിട്ട്. അപ്പൊ ആ സേതനം നിർത്തിയത് നമ്മളെ മഹിളാമാർ തന്നെയാണ്. എല്ലാത്തിനും മഹിളാമാരെ കുറ്റം പറയാനൊന്നും പറ്റൂല കേട്ടോ. കുറ്റമല്ല, കാര്യം പറഞ്ഞതാണ് ഞാൻ. അപ്പൊ ഒരുപാട് മഹിളാമാർ പറഞ്ഞത് കൊണ്ട് ഞാൻ സ്ത്രീധനം നിർത്തിയത്. ഇപ്പൊ വലിയ വർഷക്കാരൻ മറ്റു പാവപ്പെട്ടവരെ കെട്ടിക്കൂട്ടി കൊണ്ടുവന്നുണ്ട്. അൽഹംദുലില്ലാ. എന്റെ മക്കളെ, ഒന്ന് നിങ്ങൾ ഇങ്ങോട്ട് വാ. ഞാൻ നിങ്ങളോട് പറയുന്നതെല്ലാം സത്യമാണ്. നിങ്ങൾക്ക് പെണ്ണ്, നല്ലൊരു പെണ്ണിനെ വേണ്ടേ? പിന്നെ പെൺകുട്ടികളെ നിങ്ങളും കേട്ടോളി. നിങ്ങൾക്ക് കള്ളില്ല, കഞ്ചാവില്ല, കുടിയില്ല, നല്ല കുടുംബം നോക്കുന്ന, നിന്നെ നോക്കുന്ന പ്രിയാപ്പെണ്ണ വേണ്ടേ? ഈ പെണ്ണിനെ വേണ്ടി രക്ഷിതാക്കളും നോക്കിക്കോളി. ഈ പറയുന്നത് രക്ഷിതാക്കൾ കേൾക്കണേ. ആ കുട്ടികളെ രക്ഷിതാക്കൾ കേൾക്കണേ, പെൺകുട്ടികളെ രക്ഷിതാക്കൾ കേൾക്കണേ. ഞാൻ എന്റെ മോൻ ഗൾഫിൽ പോയിട്ട് 2-3 കൊല്ലം കഴിഞ്ഞീനും. കാരണം വരുവാൻ 3 കൊല്ലായി. ആദ്യം പോയി ഒരു കമ്പനി ജോലി വിസ ഇതടിച്ച്, അത് ശമ്പളം കുറഞ്ഞതുകൊണ്ട് വേറെ കമ്പനിയിൽ കയറി. അപ്പൊ അവിടെ 2 കൊല്ലം നിന്ന്. അങ്ങനെയാണ് എന്റെ മോൻ വന്നത്. എന്റെ മോൻ 26 വയസ്സ് അപ്പോഴേക്ക് ആയത്. 26-ആം വയസ്സിൽ ആയിരുന്നു പൂർത്തിയാവാനാണ്. അങ്ങനെ കുഞ്ഞുമക്കളെ, എന്റെ മോൻ വന്ന്, എന്റെ മോൻ വരുന്നതിന്റെ മുന്നേ അൽഹംദുലില്ലാ ഇന്ന് പെൺകുട്ടികളെ കിട്ടാത്ത കാലഘട്ടത്തിൽ കൂടി വളർന്നു പോകുന്ന കാലഘട്ടമാണ്. ഞങ്ങൾക്ക് വലിയ സ്വത്തില്ല, മുതലില്ല, സാമ്പത്തികമില്ല. ഈ കാണുന്ന വീടും ഞങ്ങൾക്ക് ഈ പരിസരം മാത്രമേ ഉള്ളൂ. ഉണ്ടായിരുന്നേ വലിയ പറമ്പല്ലുണ്ടായിരുന്നു. നമ്മളെ ആളുകളെ വിറ്റ് കളിക്കുക. അത് മറ്റു കാര്യമില്ല. അംബീഷത്തിലേക്ക് നമ്മളിപ്പം കടക്കണ്ട. അപ്പൊ ഈ കുറേ സ്ഥലം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഓടി വരാൻ ഒരു പെണ്ണ് എന്റെ മോനിക്ക് ഞങ്ങളെ സ്വത്ത് കണ്ട്, ഞങ്ങളെ പുര കണ്ട്, ഞങ്ങളെ കണ്ട് ഓടി വരാൻ ഞങ്ങൾക്ക് നമ്മളീ പറഞ്ഞ സ്വത്തും മുതലും ഒന്നുമില്ല. ഇന്ന് പെൺകുട്ടികളെ കിട്ടാത്ത കാലമാണ്. എന്റെ മോൻ അക്കൗണ്ടിങ്ങിന് പഠിക്കുന്ന മോനാ. അക്കൗണ്ടിങ്ങിന് പഠിച്ച് ജോലി കിട്ടിയ മോനാണ്. മനസ്സിലാക്കണം. എന്റെ മങ്കീഷ പറയാൻ വരുന്നത് ഇങ്ങോട്ട്. നിങ്ങൾക്ക് പെണ്ണിനെ വേണ്ടേ? പെണ്ണിനെ ഉടനെ ഞാൻ തരാം. ഇങ്ങോട്ടോ, പെണ്ണിനെ തരുമെന്ന് ഞാൻ പറഞ്ഞു. ഇത് കുറച്ച് കേക്ക്. സാബീത്താന്റെ കാര്യങ്ങൾ കുറച്ച് കേട്ടാലേ എനിക്ക് കാര്യം മനസ്സിലാവുള്ളൂ. എല്ലാം നിങ്ങൾക്ക് ആൺകുട്ടികളെ പെൺകുട്ടികളെയും കൂടെ ഇങ്ങോട്ട് വാ. സാബീത്താക്ക് ഇങ്ങനെ ലൈവ് സംസാരിച്ചിട്ടും വീഡിയോ സംസാരിച്ചിട്ടും പുറത്തുള്ള ആൾക്കാർ സംസാരിച്ചൊക്കെ ശബ്ദത്തിനൊക്കെ ഇത്തിരി മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അല്ലേ ക്ഷമിച്ചു. പക്ഷെ ഇപ്പൊ ഇല്ല സാബിർത്ത, ഈ വീഡിയോ നിങ്ങളിതില്ലേ അടിപൊളി വീഡിയോ ആണ്. കാരണം വെച്ചാൽ നിങ്ങൾ ആ പറയുന്ന രീതി, പറയുന്ന ശൈലി, മതപ്രസംഗം ഒരു പണ്ഡിതൻ പറയുന്ന മാതിരിയുള്ള ആ പറയുന്ന നിങ്ങൾ ആ വാക്കുകളില്ലേ സാബിർത്ത, യോപ്പ. അപ്പൊ എന്റെ മോൻ ഗൾഫിൽ വരുമ്പോ അല്ലാഹുവേ എന്റെ മോന് പെണ്ണ് കെട്ടിക്കണം. എന്റെ മോന് 26-ാമത്തെ വയസ്സാണ്. അല്ലാഹുവേ എന്റെ മോനൊരു പെണ്ണ് വേണം എനിക്ക്. ഞങ്ങൾക്ക് സ്വത്തില്ല, മുതലില്ല. എന്റെ മോൻ വലിയ സൗന്ദര്യവുമില്ല. മോനിക്കുള്ള സൗന്ദര്യം മോനിക്കുണ്ടേ. മോൻ അങ്ങനെ സൗന്ദര്യം, മോനാണ് ഏറ്റവും നല്ല. പക്ഷെ നിറം കുറവാണെങ്കിൽ നല്ല മുഖവും നല്ല സൗന്ദര്യവും മുടിയും ഒക്കെ എന്റെ മോൻ തന്നെയാണ്. അത് വേറെ വിഷയം. ഞാൻ മറ്റുള്ളവർ കാണുമ്പോൾ കുറേ വെളുത്ത് നല്ല തടി നല്ല അങ്ങനെയൊന്നല്ല. എന്നാലും അല്ലാഹുവേ എന്റെ മോനൊരു പെണ്ണ് വേണം. ഞാൻ അല്ലാഹുവോട് ദുആ ചെയ്യും. നിങ്ങൾ കേൾക്കണേ. ഭയങ്കര കഥയും വേണം. കഥയല്ല, നിങ്ങൾക്ക് പെണ്ണ് വേണ്ടേ? നിങ്ങൾക്ക് പെണ്ണ് വേണ്ടേ? വേണ്ട. അങ്ങനെ എന്റെ മോൻ നാട്ടിൽ വരുന്നതിന്റെ കുറച്ച് ദിവസം മുന്നേ, 6 മാസം മുന്നേയും അതിന്റെ മുന്നേ ഞാനിങ്ങനെ നിസ്കാരത്തിൽ എപ്പോഴും പറയുന്നുണ്ടല്ലോ അവനോട്. അവൻ വരുന്നതിന് ഒരു 6 മാസം മുന്നേ ഞാൻ അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ എന്റെ മോൻ നാട്ടിൽ വരുന്നുണ്ട്, ഒരു പെണ്ണ് വേണേ അല്ലാ. എങ്ങനെ പെണ്ണ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് രീതിയിലുള്ള പെണ്ണുങ്ങൾക്ക് വേണോ? ഇങ്ങോട്ട് വാ. നിങ്ങൾക്ക് ഞാൻ തരാം. ഞാൻ തരാം. നിങ്ങൾക്ക് ഒരു ഫ്രണ്ട്സിനോട് എന്തൊക്കെ പറയാ,
അതുപോലെ നിങ്ങൾ എന്റെ മുത്തായ അള്ളാഹുവിനോട് നിങ്ങൾ പറയണം. അള്ളാഹുവിനോട് ഇങ്ങോട്ട് വാ മക്കളെ, പെൺകുട്ടികളെ ആൺകുട്ടികളെ ഇങ്ങോട്ട് വാ. നിങ്ങൾ പറയും സാബീത്താക്ക് അനുഭവത്തിൽ നിങ്ങളോട് പറയും. അങ്ങനെ ഞാൻ എന്ത് പണിയെടുത്ത് അള്ളാഹുവേ എന്റെ മോ വരുന്നുണ്ട്, വന്നാൽ 2 മാസമേ നാട്ടിൽ ലീവുള്ളും. നിങ്ങളോട് പറഞ്ഞതല്ല ഞാൻ പറയുന്നത്, അള്ളാഹുവിനോട് പറഞ്ഞതാണ്. 2 മാസമേ ലീവുള്ളും. അള്ളാഹുവേ അത് ലീവ് തീരുവേ നേരത്ത്, ഗൾഫിൽ പോവേ നേരത്ത് നീ പെണ്ണ് കാട്ടിത്തരല്ല. എന്റെ മോൻ ജീവിക്കണ്ടേ കൂടെ? പോവേ നേരത്ത് പെണ്ണ് കെട്ടിയിട്ട് ഇവിടെ ആളില്ലേറ്റ് കൊണ്ടാക്കി തരുന്നതാ? അല്ലാലോ, എന്റെ മോന് ജീവിക്കണ്ടേ, ആ പെൺകുട്ടിക്ക് ജീവിക്കണ്ടേ? കെട്ടി വീട്ടിലാക്കിനാണ്ട് വിട്ടതെന്തിനാന്ന് ചോദിക്കൂല. പിന്നെ ഒരു ചോദിക്കുന്നതല്ല എനിക്ക് അള്ളാഹുവിനോട്. ഞാൻ എന്റെ 16 വയസ്സിൽ മംഗലം കഴിഞ്ഞ് 7 മാസം മഷ്റൂഖ നാട്ടിൽ നിന്ന് പിന്നെ പോയിട്ട് 3.5 കൊല്ലം കഴിഞ്ഞ് 4 കൊല്ലം 3.5 കൊല്ലം പിന്നെ ഞാനിങ്ങനെ വയസ്സിങ്ങനെ കൂടിക്കൂടി വരാതല്ലാണ്ട് ജീവിതത്തിന്റെ സുഖങ്ങൾ എനിക്ക് അറിഞ്ഞിട്ടില്ല. അതുപോലെ ആവരുതെന്നാണ് എന്റെ ചിന്ത. അങ്ങനെ ഞാൻ അള്ളാഹുവിനോട് പറഞ്ഞു, അള്ളാഹുവേ സ്ഥിതി ഇങ്ങനെയാണുള്ളത്, എന്റെ മോനെ ഒരു പെണ്ണ് കൊടുക്കണേ അള്ളാഹുവേ. അങ്ങനെ പറഞ്ഞാൽ മതിയോ? അല്ല, നമ്മളിപ്പോ ഒരു അയൽവാസിന്റെ വീട്ടിൽ പോയിട്ട് 500 ഉറുപ്പിക ഞാൻ നാളെ കണ്ടത് തരുമല്ല, ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞാൽ ഉള്ളതും ഇല്ല എന്ന് പറയും. അത് 500 ഉറുപ്പിക നാളെ ഞങ്ങൾക്ക് തരുമല്ലോ, എന്റെ കയ്യിൽ ഇപ്പൊ ഇല്ല, നാളെ എന്റെ മോൻ തന്നിട്ടോ. അങ്ങനെ സൗമ്യതയോടുകൂടി എല്ലാ കെണികളും സാബിർത്താത്താക്കുണ്ടല്ലേ. സാബിർത്താത്ത മാഷാ അല്ലാ, നിങ്ങൾ എന്ത് പറയാനും ഒന്നും അറിയുന്നില്ല സാബിർത്താത്ത. നിങ്ങൾ അത്രക്കും നമ്മൾ ഇഷ്ടപ്പെട്ടു പോയി. അതുപോലെ അള്ളാഹുവിനോട് നമ്മൾ താഴ്മയോടുകൂടി കണ്ണീരോടുകൂടി ഹൃദയം ശുദ്ധിയാക്കിക്കൊണ്ട് കേടില്ല പോരില്ല സുഖയില്ലാത്ത കൽബ് കൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. ആൺകുട്ടികളെ ഇങ്ങ് വാ, നിങ്ങൾക്ക് പെണ്ണ് കിട്ടാണ് നട്ടം തിരിയത്, ഇങ്ങോട്ട് വാ. അപ്പൊ ഞാനത് അള്ളാഹുവിനോട് പറഞ്ഞതറിയാം. നിങ്ങൾ ആരോടും പറയണ്ട, അള്ളാഹുവിനോട് എപ്പം പറയണം? മഹരിബിന്റെ നേരം. നിങ്ങൾ നിസ്കാരത്തിൽ എപ്പോഴും പറഞ്ഞോളി, സുബഹിക്കായാലും നിസ്കാരത്തിൽ എപ്പോഴും നിങ്ങൾ പറഞ്ഞോളി. അത് കൂടാതെ മഹരിബിന്റെ നേരം എവിടെ വെച്ച് പറയണം, എങ്ങനെ വെച്ച് പറയണം നിങ്ങൾക്ക് അറിഞ്ഞൂടെ? നിങ്ങളെ നിസ്കാരവും ഒക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പടിവാതുക്കൽ, ഏത് പടിവാതുക്കൽ? അത് ചെല്ലുവാനായിട്ട് പോയി നിൽക്കണ്ട, ആരും കാണുകയും ചെയ്യണം. കാണുന്നേ ഇല്ലല്ലോ. എന്താണ്? പെണ്ണുങ്ങൾ ഓടി വരും, പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ പെണ്ണൊഴുകി വരും നിങ്ങളെ മുന്നിലേക്ക്. ഞാൻ എന്റെ മോൻ ഒഴുകി വന്നതാണ്. എന്റെ മോൻ നാട്ടിൽ വന്ന്, ഞാൻ പറഞ്ഞ വിഷയം മാറിപ്പോകുന്നുണ്ട്. എന്റെ മോൻ നാട്ടിൽ വന്ന് ഞാൻ പറഞ്ഞല്ലോ, അള്ളാഹുവേ പോകാൻ നേരത്ത് പെണ്ണ് തരല്ല, എന്റെ മോൻ ഒന്നിച്ച് ജീവിക്കണം അള്ളാഹുവേ, അവന് കൂടെ ജീവിക്കണം അള്ളാഹുവേ. നീ എന്റെ മോൻ നാട്ടിൽ വന്ന ഉടനെ തന്നെ നിനക്ക് പെണ്ണ് തരണേ എന്ന് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? വാ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ മഹരിബിന് ഓത്തും നിസ്കാരം ഒക്കെ കഴിഞ്ഞാൽ ഉടനെ നമ്മൾ സലാത്ത് ചെല്ല. ഒരു 33 സലാത്ത് നിങ്ങൾ ചെല്ലണം. ആദ്യം ഫാത്തിഹ സൂറത്തൊക്കെ ചൊല്ലി ഓതണം. 3 ഫാത്തിഹ ഓതണം, പിന്നെ ഖുൽ ഹുവല്ലാഹു ഓതണം. അതൊക്കെ ഓതിക്കഴിഞ്ഞ് പിന്നെ 33 സലാത്ത് ചെല്ലണം. എന്നിട്ടോ 33 സലാത്ത് ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങൾ വാതിൽക്കൽ കട്ടിലില്ലേ, വാതിൽക്കൽ കട്ടിലിന്റെ നേരെ വന്നു നിന്ന് നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കൂ. അള്ളാഹുവേ, എനിക്ക് ഇത് നല്ലൊരു ഭാര്യനെ കിട്ടണേ അള്ളാ. ഞാൻ പ്രാർത്ഥിച്ചത് ഭാര്യ എന്നല്ല, എന്റെ മോനിക്ക് ഭാര്യയെ കിട്ടണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചതാണ്. അള്ളാഹുവേ, ഞങ്ങൾക്ക് സമ്പത്തില്ല, മുതലില്ല, കാര്യങ്ങൾ ഇതെല്ലാം കണ്ടിട്ടല്ലേ ചില പെണ്ണുങ്ങൾ ഓടി വരുക. അതിന്റെ അഭിനയം വേറെ വരുന്നുണ്ട്. നിങ്ങൾക്ക് സ്വത്തും മുതലും പണവും കണ്ടാ പിന്നെ വേറൊന്നും വേണ്ട. ഉമ്മ ക്രൂരത അന്മയ്ക്കില്ല, ഓൻ കഞ്ചാവ് കടിക്കുന്നവനായന്മയ്ക്കില്ല, വീടി വലിക്കുന്നവനായന്മയ്ക്കില്ല, കള്ളുപിടിക്കുന്നവന്മാരില്ല. സ്വത്തുണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചോളൂ. ഉണ്ട് നമ്മൾ കണ്ടത്. അത് കറക്റ്റ് സാബിർത്ത. സ്വത്തും പണവും ഉണ്ടെങ്കിലുണ്ടല്ലോ അന്വേഷണത്തിന് ആരും ഉണ്ടായില്ല അല്ലേ? അന്വേഷണത്തിന് വന്നാലോ നാട്ടുകാർ പറയുകയും ചെയ്യില്ല. എന്തുകൊണ്ട്? അവൻ്റെ പണം കണ്ടിട്ട്, അവൻ്റെ സ്വത്ത് കണ്ടിട്ട്. പക്ഷെ അതൊന്നുമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട് കല്യാണം മുടക്കാനും വേണ്ടിയിട്ട്. പക്ഷെ ഈ സാബിർത്ത ഈ പറഞ്ഞ ഈ കാര്യങ്ങളില്ലേ, എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടാ. സാബിർത്ത ഇങ്ങനെ കണ്ട അതും ഇതൊന്നും പറയില്ല. സാബിർത്ത പറയുന്ന വാക്കുകളുണ്ടല്ലോ പെർഫെക്റ്റ് ആയിരിക്കും. ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്ത് സലാത്തും ദിക്റും ചൊല്ലി അള്ളാഹുവിനോട് ദുആ ചെയ്ത് മാത്രമല്ലേ, ഇത് മാത്രമല്ല, ആൺകുട്ടികളെ ഇങ്ങോട്ട് വാ, കുറച്ച് പറയണ്ട് നിങ്ങളോട്. ഫാത്തിഹ സൂറത്തും ചൊല്ലുക. എന്നിട്ട് വാതിൽക്കൽ കട്ടിലിന്റെ നേരെ നിന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്യുക. അള്ളാഹുവേ,
ഞാൻ കുറച്ചായി പെണ്ണിനെ നോക്കുന്നു, എനിക്ക് യോജിച്ച പെണ്ണ്. അല്ലാഹുവേ, എൻ്റെ ഉമ്മാരെടുത്തും പെങ്ങന്മാരെടുത്തും എന്നോട് സ്നേഹിച്ചു നിന്ന്, അല്ലാഹുവേ ഞങ്ങളെ സാമ്പത്തികത്തിൽ ഒതുങ്ങി നിന്ന്, ഞങ്ങളെ സ്നേഹിച്ചു നിന്ന്, അല്ലാഹുവേ ജീവിതം മുന്നോട്ട് സന്തോഷത്തിൽ നീക്കിക്കൊണ്ടുപോകാൻ പറ്റിയ ഒരു പെണ്ണിനെ നിനക്ക് തരണേ അല്ലാ. ഒരു പെണ്ണിനെ തരുന്ന മാത്രമല്ല, ഞാൻ അങ്ങനെയാ തേടിയത്. അല്ലാഹുവേ, ഇങ്ങോട്ട് വിളിക്കുന്നു അങ്ങോട്ട് പോകുന്ന പെണ്ണിനെ തരണ്ടേ അല്ലാഹുവേ. നിങ്ങൾ കേൾക്കണം, ഞാൻ പറഞ്ഞു ഒരു ഫ്രണ്ടിനോട് എന്ത് പറയുന്നത് അതുപോലെ അല്ലാഹു പറയണം. ഇങ്ങോട്ട് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്ന പെണ്ണിനെ തരല്ലേ അല്ലാഹുവേ. ഞങ്ങളെ ഫാമിലി എന്ന് പറഞ്ഞാൽ അല്ലാഹുവേ കളി ചിരി തമാശ കോമഡി നല്ല നല്ല സന്തോഷത്തിൽ പോകുന്ന ജീവിതമാണ് ഞങ്ങളെ ഫാമിലിയാണ്. ആ തകർക്കാനുള്ള പെണ്ണിനെ തരല്ലേ അല്ലാ. ഞങ്ങളോട് കളിയും ചിരിയും തമാശയും കളിച്ചു കൂട്ടുന്ന, ഞങ്ങളോട് യോജിക്കുന്ന, അല്ലാഹുവേ നിന്നെ പേടിയുള്ള, അല്ലാഹുവേ എന്നെ സ്നേഹിക്കുന്ന, എന്റെ മോനെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന ഒരു പെണ്ണിനെ നിനക്ക് തരണേ അല്ലാഹുവേ എന്ന്. ഇതൊന്നല്ല, ഒരുപാട് കാര്യങ്ങൾ അല്ലാഹുവിനോട് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവിനോട് പറഞ്ഞത് എങ്ങനെ? വാതിൽക്കൽക്കട്ടിലിന്റെ നേരെ നിന്നിട്ട് നിസ്കാരത്തിൽ നിങ്ങൾ പറയണം. അത് കൂടാതെ വാതിൽക്കൽക്കട്ടിന്റെ നേരെ നിന്നിട്ട് ഇത് കഴിഞ്ഞില്ല, മറ്റേ സലാത്ത് കഴിഞ്ഞില്ല, ഇനി എന്ത് വേണം? അല്ലാഹു ഉടനെ തന്നെ തരുന്നതാണ്. എന്റെ ഭർത്താവ്, എന്റെ മാപ്പന്റെ പാസ് ഗൾഫിൽ സീപോർട്ടിലാണ് ജോലി. അവിടെ വിസ കഴിഞ്ഞ പാട് അവിടെ അതിനുള്ളിൽ കയറുന്ന പാസ് കഴിഞ്ഞ് 2 കൊല്ലായി. അടിച്ചു കിട്ടാൻ വേണ്ടി അവര് അത്ഭുതകരമായി അടിച്ചു കിട്ടിയ ദിക്റാണ്. ഞാൻ പറഞ്ഞു, ഷുറൂക്ക വിഷമിക്കണ്ട, നിങ്ങൾ വിഷമിക്കണ്ട, ഞാനുണ്ട് കൂടെ. നിങ്ങൾ ചൊല്ലിക്കോ, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു. നിങ്ങൾ ആ ഓഫീസിന്റെ മുന്നിൽ കുത്തിരിഞ്ഞ് നിങ്ങൾ ചെല്ലുക. ചെല്ലി മക്കളെ, അത്ഭുതമെന്ന് പറയേനേ ഉള്ളൂ. ആ 2 കൊല്ലം അടിക്കാത്ത പാസിന്റെ അവരെഴുതി വെച്ച ബുക്ക് ആ പെണ്ണാണ്, അവിടുത്തെ സ്ഥാപനത്തിൽ പെണ്ണാണ്, ആ ഓഫീസിൽ അവളിങ്ങനെ മറിച്ചിട്ട് ആ ഡേറ്റ് ഷുറൂഖാന്റെ പേരും നമ്പറും ഒക്കെയുള്ള ഇത് മറിച്ച് കഴിഞ്ഞ് പുതിയ പേജിൽ അവർക്ക് പാസ് അടിച്ചു കൊടുക്കാൻ എല്ലാം എഴുതി കൊടുക്കും. യാ ഹയ്യു യാ ഖയ്യൂം, ഷുറൂഖ വന്നെന്നെ കെട്ടിപ്പിടിക്കുന്ന എന്റെ സാബിതാ, അല്ല എന്റെ സാബിതാ, നിങ്ങളുടെ സാബിത്താണ് സാബിത്തെ. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം 33 പ്രാവശ്യം. സാബിർത്താനെ ചിരിച്ചു കേട്ടോ. പിന്നെ 2 പോലെയായില്ല. പാതുക്കക്കട്ടിന്റെ നേരെ വെച്ച് ഓരോ ദിക്റല്ല 33 പ്രാവശ്യം ഓരോന്ന് ചെല്ലുമ്പോഴും പാതുക്കക്കട്ടിന്റെ നേരെ അല്ലാഹുവേ എന്റെ മോനെ ഉമ്മാറെ ചെല്ലിക്കോ, മക്കൾക്ക് വേണ്ടി ഞാൻ ചെല്ലിയതാണ്. മക്കൾക്ക് ആ മക്കൾക്ക് നേരം ഉണ്ടാകൂല കേട്ടോ. ഇത് ഞാൻ നിങ്ങളോടാ പറയുന്നത്. മക്കളെ, നിങ്ങളും ചെല്ലണം. മക്കളെ, എന്റെ മോനിക്ക് നല്ലൊരു പെണ്ണ് തരണേ അല്ലാ. എന്നെ സ്നേഹിക്കുന്ന, എന്നെ ബഹുമാനിക്കുന്ന, ഭർത്താവിന്റെ ഉമ്മാന്റെ പറയുന്നത്, ഭർത്താവിന്റെ ഉമ്മാൻ സ്നേഹിക്കും ബഹുമാനിക്കും ഒക്കെ വേണം. ചില പെൺകുട്ടികൾ എത്ര നോക്കിയാലും നിൽക്കുന്ന പെൺകുട്ടികളുണ്ട്. ഓരോ ഉമ്മാടെ മാത്രം കുറ്റം മറ്റും കാര്യങ്ങൾ. അപ്പൊ എന്നെ ബഹുമാനിക്കുന്ന, എന്റെ മോനെ സ്നേഹിക്കുന്ന, എന്റെ മോന് മരണം വരെ എത്തുന്ന ഒരു പെൺകുട്ടി ഇരിഞ്ഞ് തരണേ അല്ലാന്ന്. എന്ത്? യാ ഹയ്യു യാ ഖയ്യൂം. പിന്നെ 33 പ്രാവശ്യം ഞാൻ ഷോർട്ടാക്കി പറയാന്. പിന്നെ നിങ്ങൾ ചെല്ലേണ്ടത് യാ വദൂദ് യാ അല്ലാ, യാ വദൂദ് യാ അല്ലാ. സ്നേഹിക്കുന്ന, നിങ്ങളെ സ്നേഹിച്ച് പല ഭാഗങ്ങളിൽ നിന്നും ഓടി വരും. യാ വദൂദിന്റെ അർത്ഥം എന്താണെന്ന് അറിയുന്നത്? സ്നേഹിക്കുന്നവനെ, സ്നേഹിക്കപ്പെടുന്നവനെ എന്നൊക്കെയാണ്. മനസ്സിലായോ? അപ്പം സ്നേഹം, നിങ്ങളെ മോനോടുള്ള സ്നേഹം, നിങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് പല ഭാഗങ്ങളിൽ നിന്നും പെൺകുട്ടികൾ നിങ്ങളെ മുന്നിലേക്ക് ഒഴുകി വരും. പെൺകുട്ടികൾ നിങ്ങൾ ഓടി നിങ്ങളാണ് വരുന്നത് നല്ല പറയുന്നത്. സംബന്ധം ആലോചന പല ഭാഗങ്ങളിൽ നിന്നും. പിന്നെ നിങ്ങൾ പോകുന്നിടത്തുനിന്ന് പറയുകയും ചെയ്യണം. നായുകൊണ്ട് നമ്മുടെ സാബിർത്ത ഈ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, സാബിർത്ത ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞു നടന്നാൽ എല്ലാവരും ഇഷ്ടപ്പെടും സാബിർത്ത. അപ്പോൾ സാബിർത്ത ചോദിക്കുന്നത് എന്തെന്നറിയോ? ഇങ്ങനെ നല്ല കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വ്യൂസ് കിട്ടുന്നില്ല. മറ്റുള്ളവരെ ചീത്ത പറഞ്ഞെങ്കിലും, മറ്റുള്ള കോമാളിത്തരം കടിച്ചെങ്കിലും, മറ്റുള്ളവരെ ഇത് ചെയ്തെങ്കിലും മാത്രമേ വ്യൂസ് കിട്ടുന്നു. അത് സത്യമാണല്ലേ ചിലപ്പോൾ. പക്ഷെ ഇന്ന് ഈ സാബിർത്ത പറയുന്ന ഓരോരോ വാക്കുകളും സാബിർത്തക്ക് അനുഭവം ഉള്ളത് കൊണ്ടാണ് അത് മറ്റുള്ളവർ, നമ്മളെപ്പോലുള്ളവരെ അറിയിച്ചത്. അപ്പോൾ സാബിർത്ത പറയുന്ന കല്യാണം കഴിക്കാത്ത ചെറുപ്പക്കാരുണ്ടെങ്കിൽ അല്ലേ, അവരെ ഉമ്മാക്ക് പറഞ്ഞിട്ട് ഈ കാര്യങ്ങൾ ചെല്ലാനും ഒന്നുകൊണ്ടൊരു പറയണം. ദുആ, പ്രാർത്ഥനയ്ക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലെങ്കിൽ നാളെ ഉത്തരം നൽകുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊരു നല്ലൊരു പ്രാർത്ഥനയാണ് ഈ സാബിർത്ത പറയുന്നുള്ളത്. അപ്പോൾ ഈ സാബിർത്താൻ്റെ ഇത് നിങ്ങൾ ചെയ്തോട്ടാ. ഇൻഷാ അല്ലാഹ് ഖൈറാക്കട്ടെ എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും.